ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര ജീവധാര. കാത്തിരിക്കുന്നതൻ ശുദ്ധിമാന്മാർ ഗണം കാഹളം കേൾക്കുമ്പോൾ വാനിൽ പോകും. കാത്തിരിക്കുന്നതൻ ശുദ്ധിമാന്മാർ ഗണം കാഹളം കേൾക്കുമ്പോൾ വാനിൽ പോകും. യേശു കർത്താവിന്റെ പൊന്മുഖം കാണുമ്പോൾ എത്രയോ സന്തോഷം സോദരരേ. യേശു കർത്താവിന്റെ പൊന്മുഖം കാണുമ്പോൾ എത്രയോ സന്തോഷം സോദരരേ. ഹല്ലേലൂയാ ജയം, ഹല്ലേലൂയാ ജയം, ഹല്ലേലൂയാ വന്നു തീർന്നു പോകും. ഹല്ലേലൂയാ ജയം, ഹല്ലേലൂയാ ജയം, ഹല്ലേലൂയാ വന്നു തീർന്നു പോകും. വാനസേനാഗണം നോക്കി നോക്കി നിന്നു അത്ഭുതപ്പെട്ടിടും ആ സദസ്സിൽ. വാനസേനാഗണം നോക്കി നോക്കി നിന്നു അത്ഭുതപ്പെട്ടിടും ആ സദസ്സിൽ. രാജനോടൊപ്പമായി പന്തിയിരിപ്പതും സത്യസഭ. ആരീവർ രാജനോടൊപ്പമായി പന്തിയിരിപ്പതും സത്യസഭ. പൊന്നേശു തമ്പുരാൻ ചിന്തിയ രക്തത്തിൻ ഫലമാം വിശുദ്ധ കൂട്ടമത്രേ. പൊന്നേശു തമ്പുരാൻ ചിന്തിയ രക്തത്തിൻ ഫലമാം വിശുദ്ധ കൂട്ടമത്രേ. ഹല്ലേലൂയാ ജയം, ഹല്ലേലൂയാ ജയം, ഹല്ലേലൂയാ വന്നു തീർന്നു പോകും. ഹല്ലേലൂയാ ജയം, ഹല്ലേലൂയാ ജയം, ഹല്ലേലൂയാ വന്നു തീർന്നു പോകും. വാനസേനാഗണം നോക്കി നോക്കി നിന്നു അത്ഭുതപ്പെട്ടിടും ആ സദസ്സിൽ. വാനസേനാഗണം നോക്കി നോക്കി നിന്നു അത്ഭുതപ്പെട്ടിടും ആ സദസ്സിൽ. കണ്ണുനീരെല്ലാം തുടച്ചിടുമേ അന്ന് എത്രയോ സന്തോഷം ആ സദസ്സിൽ. കണ്ണുനീരെല്ലാം തുടച്ചിടുമേ അന്ന് എത്രയോ സന്തോഷം ആ സദസ്സിൽ. കുഞ്ഞാട്ടിൻ കല്യാണശാലയാം വാനത്തിൽ കല്യാണ വേളയാഘോഷമത്രേ. കുഞ്ഞാട്ടിൻ കല്യാണശാലയാം വാനത്തിൽ
ഹല്ലേലൂയ ജയം. അല്ലലെല്ലാം വന്നു തീർന്നു പോകും. ഹല്ലേലൂയ ജയം. ഹല്ലേലൂയ ജയം. അല്ലലെല്ലാം വന്നു തീർന്നു പോകും. വാനസേനാഗണം നോക്കി നോക്കി നിന്നു അത്ഭുതപ്പെട്ടിടും ആ സദസ്സിൽ. വാനസേനാഗണം നോക്കി നോക്കി നിന്നു അത്ഭുതപ്പെട്ടിടും ആ സദസ്സിൽ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ഒരു കാര്യം ഇന്ന് ഓർപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ എഴുതിയ സഭാപ്രസംഗി എന്ന പേരുള്ള ഒരു പുസ്തകമുണ്ട്. സഭയുടെ പ്രഭാഷകനായിരുന്നു, സഭയോട് പ്രസംഗിക്കുന്നവനായിരുന്നു ശലോമോൻ, സഭാപ്രസംഗി. അദ്ദേഹം എഴുതിയ സഭാപ്രസംഗി എന്ന ആ പുസ്തകത്തിൻ്റെ 7-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം നമുക്ക് ചിന്തിക്കാം. നല്ല പേർ സുഗന്ധ തൈലത്തെക്കാളും മരണദിവസം ജനന ദിവസത്തെക്കാളും ഉത്തമം. മരണദിവസം ജനന ദിവസത്തേക്കാൾ ഉത്തമം. The day one died is better than the day he born. മരിക്കുന്ന ദിവസം അവൻ ജനിക്കുന്ന ദിവസത്തേക്കാൾ നല്ല ദിവസമാണ്. പ്രിയപ്പെട്ടവരെ, ഇത് സത്യമാണോ? ഇത് സാധ്യമാണോ? ഇത് സാധിക്കുന്നതാണോ? ഇത് നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവമാക്കാൻ പറ്റുന്നതാണോ? The day one died is better than the day he was born. ഒരു മനുഷ്യൻ ജനിക്കുന്ന ദിവസത്തേക്കാൾ നല്ലതാണ് അവൻ മരിക്കുന്ന ദിവസം. ഈ അനുഭവത്തെക്കുറിച്ചാണ് നമുക്കിന്ന് ചിന്തിക്കുവാനുള്ളത്. ഇത് അതിശയമെന്ന് തോന്നാമെങ്കിലും ഇത് അനുഭവിച്ച മനുഷ്യരുണ്ട്. എല്ലാവരും ഇല്ലെങ്കിലും കുറേയധികം പേരുണ്ട്. വേദപുസ്തകത്തിൽ തന്നെ പേരുള്ള അനേകരുണ്ട്. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം ഹാബേലിനെ നമുക്കറിയാം. ആദാമിൻ്റെ മകനായ ഹാബേലിനെ നമുക്കറിയാം. പ്രിയപ്പെട്ടവരെ, അവൻ്റെ മരണദിവസം അവൻ്റെ ജനദിവസത്തേക്കാൾ നല്ലതായിരുന്നു അവന്. അതിൻ്റെ കാരണം എന്തായിരുന്നു? പ്രിയപ്പെട്ടവരെ, ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 5-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമുക്കതിൻ്റെ കാരണം മനസ്സിലാകും. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യം. ഹാബേലിലും അവന്റെ വഴിപാടിലും പ്രസാദിച്ചു. പ്രിയപ്പെട്ടവരെ, ഹാബേൽ എന്ത് ചെയ്തു? അവൻ്റെ ആട്ടിൻകുട്ടിയിൽ നിന്ന് ഒരു ആദ്യജാതനെ എടുക്കും. ദൈവമക്കളെ, എങ്ങനെ സാധിക്കും? നമ്മുടെ വീട്ടിൽ ഒരാടേ ഉള്ളുവെങ്കിൽ അതിൻ്റെ ആദ്യത്തെ കുട്ടി ഏതാണെന്ന് കണ്ടുപിടിക്കാൻ പ്രയാസമില്ല. പക്ഷേ 1000 ആടുള്ളിടത്തുനിന്ന് ഈ ആദ്യത്തെ ആട്ടിൻകുട്ടി ഏതാ, ആദ്യ ആട്ടിൻകുട്ടി ഏതാ, എങ്ങനെ തിരഞ്ഞെടുക്കും? പ്രിയപ്പെട്ടവരെ, ഒന്ന് മാത്രം നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ദൈവത്തിന് യാഗം കഴിക്കാൻ വേണ്ടി ഇന്ന ആട്ടിൻകുട്ടി ഇന്നത് ദൈവത്തിന് വേണ്ടിയുള്ളതാണെന്ന് അവനതിനു വേണ്ടി വഴിപാട് നേർന്നതുപോലെ മാറ്റിവെച്ചിരുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ ദൈവത്തിന് യാഗമായി കൊടുക്കാൻ ദൈവത്തിന് വേണ്ടിയുള്ളതാണെന്ന് നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ മാറ്റിവെച്ചിട്ടുണ്ടോ? ഇത് ദൈവത്തിന് കൊടുക്കാനുള്ളതാണ് ജീവിതം. ഈ ശരീരം ദൈവത്തിനുള്ളതാണ്, ദൈവത്തിൻ്റെ മന്ദിരമാണ്. ഈ ഹൃദയം ദൈവത്തിനുള്ളതാണ്. ഈ കണ്ണ് അശുദ്ധി നോക്കാനുള്ളതല്ല. ഈ ചെവി വേണ്ടാധീനങ്ങൾ കേൾക്കാനുള്ളതല്ല. ഈ നാവ് കോപിക്കാനുള്ളതല്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതം നിങ്ങൾ ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കാൻ നിങ്ങൾ വേർതിരിച്ച് വെച്ചിട്ടുള്ളതാണോ? ഹാബേല് ദൈവത്തിന് കൊടുക്കേണ്ടത് എന്താണെന്ന് വേർതിരിച്ച് വെച്ചു. അതിൻ്റെ മേധസ് അവൻ കൊടുത്തു. അവൻ്റെ യൗവന പ്രായത്തിൽ തന്നെ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് വേണ്ടി അവൻ വേർതിരിഞ്ഞവനായിരുന്നു. അവനിൽ ദൈവം പ്രസാദിച്ചിരുന്നു. അതുകൊണ്ട് അവൻ്റെ യാഗത്തിലെ ദൈവം പ്രസാദിച്ചു. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് അവൻ്റെ മരണദിവസം അവൻ്റെ ജനദിവസത്തേക്കാൾ നല്ലതായിരുന്നു. നമുക്ക് വായിക്കാം, താഴത്തേക്ക് വായിച്ച ഹാനോക്കിൻ്റെ കാര്യം നാം വായിക്കുന്നുണ്ട്. ഹാനോക്ക് ദൈവത്തെ പ്രസാദിപ്പിച്ചു. ദൈവമക്കൾ വായിച്ചു നോക്കാം. ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ 21-22 വാക്യം. ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം 21-22 വാക്യം. ഹാനോക്കിന് 65 വയസ്സായപ്പോൾ അവൻ മെഥൂശലേഖിനെ ജനിപ്പിച്ചു. മെഥൂശലേഖിനെ ജനിപ്പിച്ച ശേഷം ഹാനോക്ക് 300 സംവത്സരം
ദൈവത്തോട് കൂടെ നടക്കുകയും പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിക്കുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, വിവാഹം കഴിച്ച ബഹുഭൂരിപക്ഷം പേരും പരാജയപ്പെട്ടു പോകുന്ന രംഗമാണ് കുടുംബജീവിതം. ദൈവത്തോടുകൂടെ ജീവിച്ചുകൊണ്ട് സമാധാനമുള്ള ഒരു കുടുംബജീവിതം അനുഭവിക്കുക എന്നുള്ളത്. കുടുംബജീവിതമാണ് അനേകർക്കും നരകമുണ്ടാക്കി കൊടുക്കുന്നത്. അനേകരുടെയും ആത്മാവിന് നാശം വരുത്തുന്നത് അവരുടെ കുടുംബജീവിതമാണ്. കാരണം കുടുംബമാണ് കലഹ കേന്ദ്രം, കുടുംബമാണ് വൈരാഗ്യം വളർത്തുന്ന സ്ഥലം, കുടുംബമാണ് നീരസമുണ്ടാക്കുന്ന സ്ഥലം, കുടുംബമാണ് ദൈവത്തിനെതിരായ ചിന്തയും ദൈവത്തിനെതിരായ മത്സരവും ഉണ്ടാക്കുന്നത് കുടുംബജീവിതമാണ്. എന്നാൽ ഹാനോക്കിൻ്റെ കുടുംബജീവിതം അവൻ്റെ ആത്മാവിന് പുഷ്ടിമയുണ്ടാക്കുന്നതായിരുന്നു. അവൻ ദൈവത്തോടുകൂടെ നടന്നു, മക്കളെയും കൊച്ചുമക്കളെ ഉണ്ടായി. പ്രിയപ്പെട്ടവരെ, സമാധാനത്തോടുകൂടെ ദൈവം പ്രസാദിക്കുന്നതായ ഒരു കുടുംബജീവിതം നയിച്ചു. അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചുവെന്ന് മരിക്കുന്നതിന് മുമ്പ് തന്നെ ദൈവത്തിന് സാക്ഷ്യം ലഭിച്ചു. പ്രിയപ്പെട്ടവരെ, കുടുംബജീവിതം ദൈവം പ്രസാദിച്ചു എന്നുള്ളതായ കുടുംബജീവിതത്തിൽ ദൈവത്തിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയ മനുഷ്യനാണവൻ. നിങ്ങളുടെ കുടുംബജീവിതത്തെക്കുറിച്ച് ദൈവത്തിന് സർട്ടിഫിക്കറ്റ് കിട്ടുമോ? ദൈവം പ്രസാദിച്ച കുടുംബജീവിതമെന്ന് നിങ്ങളുടെ കുടുംബജീവിതത്തെക്കുറിച്ച് ദൈവം പറയുമോ? പ്രിയപ്പെട്ടവരെ, എൻ്റെ കുടുംബജീവിതത്തെക്കുറിച്ച് ദൈവം പറയുമോ? പ്രിയപ്പെട്ട സഹോദര, നിൻ്റെ കുടുംബജീവിതത്തെക്കുറിച്ച് ദൈവം പ്രസാദിച്ച ഒരു കുടുംബജീവിതമെന്ന് നിൻ്റെ കുടുംബജീവിതത്തെക്കുറിച്ച് ദൈവം സർട്ടിഫൈ ചെയ്യുമോ? അവരുടെയാണ് മരണദിവസം അവരുടെ ജനനദിവസത്തേക്കാൾ നല്ലതായിരിക്കും. പ്രിയപ്പെട്ടവരെ, അതെല്ലാം മനുഷ്യർക്ക് സാധിക്കാവുന്ന കാര്യങ്ങളാണ്. അതിനുവേണ്ടിയാണ് ജീവനുള്ള ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കുന്നു. ദൈവത്തിൻ്റെ വചനം ദൈവം ഇറക്കി തരുന്നു. ദൈവത്തിൻ്റെ സാന്നിധ്യം ദൈവം തരുന്നു. തിരുത്താൻ ശക്തി തരുന്നു. കഴുകുവാൻ തിരുരക്തമുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നീരസവും നമ്മുടെ ആത്മാവിന് കേടുവരുത്തുന്ന കുടുംബജീവിതത്തിൻ്റെ കുറവുകളെ നമുക്ക് നോക്കാം. നമ്മുടെ ആത്മാവ് നശിപ്പിക്കുന്ന, മരണമുണ്ടാക്കുന്ന കുടുംബജീവിതത്തിലെ വാക്കുകളെയും പെരുമാറ്റങ്ങളെയും നമുക്ക് തിരുത്താം. നമുക്ക് എവിടെയെല്ലാം മാറാനുള്ള ചിന്തിക്കാം. നമ്മുടെ കുടുംബജീവിതം നമുക്ക് നരകം കൊണ്ടുവരുന്ന ഒരു അനുഭവമായി മാറരുത്. പ്രിയപ്പെട്ടവരെ, ഹാനോക്ക് അവിടെ ജയിച്ചു. നമ്മൾ നോഹയെ കാണുന്നു. നോഹ, പ്രിയപ്പെട്ടവരെ, അവൻ്റെ മരണദിവസം ജനനദിവസത്തേക്കാൾ നല്ലതായിരുന്നു. കാരണം എന്താണ്? അവൻ ഒഴുക്കിനെതിരെ ഒഴുകുന്നവനായിരുന്നു. കൂട്ടുകാരുടെ ഹിതപ്രകാരം പോകുന്നവനായിരുന്നില്ല. നാടോടുമ്പോൾ നടുവേ ഓടുന്നവനായിരുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ മനുഷ്യൻ്റെ ചിന്താഗതി ഏതാണ്? നാടോടുമ്പോൾ നടുവേ ഓടുക. ഇന്നത്തെ യുവതലമുറയുടെ ചിന്താഗതി ഏതാണ്? കൂട്ടുകാരുടെ കൂടെ പോകുക, കൂട്ടുകാരങ്ങനെ, അതുകൊണ്ട് അവരുടെ പുറകെ ഓടുക. എന്നാൽ നോഹയുടെ ചിന്താഗതി അതായിരുന്നില്ല. നാടോടുമ്പോൾ നടുക എന്നുള്ള ചിന്താഗതിയല്ല. ദൈവവചനപ്രകാരം ഒഴുക്കിനെതിരെ ഓടുകയാണ്. പ്രിയപ്പെട്ടവരെ, ഒഴുക്കിനെതിരെ നീന്തുക, ഒഴുക്കിനെതിരെ ഓടുക. ഈ തിരുവചനം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, യുവാക്കന്മാരെ, യുവതികളെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിങ്ങൾ ഒഴുക്കിനെതിരെ ഓടുന്നവരായിരിക്കണം. നിങ്ങൾ പാപത്തിലേക്ക് പോകുന്നവരായിരിക്കരുത്. പാപചിന്ത വരുമ്പോൾ അതിന് കീഴ്പ്പെടുന്നവരാകരുത്. നിങ്ങളുടെ അധമവികാരങ്ങൾക്കൊത്ത് പോകുന്നവരാകരുത്. നിങ്ങളുടെ വൈരാഗ്യ ചിന്തയ്ക്കൊത്ത് പോകുന്നവരാകരുത്. ഭാര്യ കോപിക്കുമ്പോൾ കോപിക്കുന്ന ഭർത്താവാകരുത്. ഭർത്താവ് കോപിക്കുമ്പോൾ കോപിക്കുന്ന ഭാര്യയാകരുത്. അമ്മായിമ്മ പിണങ്ങിയാൽ മുഖം മാടുന്ന മരുമകളാകരുത്. മരുമകളെ കണ്ട് കോപിക്കുന്ന അമ്മായിമ്മയാകരുത്. നിങ്ങൾ ഒഴുക്കിനെതിരെ ഒഴുകുന്നവരായിരിക്കണം. അവർക്കുള്ളതാണ് പ്രിയപ്പെട്ടവരെ അവരുടെ മരണദിവസം അവരുടെ ജനദിവസത്തേക്കാൾ അനുഗ്രഹമായിരിക്കും. പ്രിയപ്പെട്ടവരെ, പാരമ്പര്യം, അത് നല്ല പാരമ്പര്യമുണ്ട്. നല്ല പാരമ്പര്യത്തിൽ ജീവിച്ച ഒരു യുവാവിനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. വേദപുസ്തകത്തിലുണ്ട്. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 22-ാം അധ്യായം എടുക്കാം. 2 രാജാക്കന്മാർ 22-ാം അധ്യായം. അതിലൊരു രാജാവിൻ്റെ കാര്യം പറയുന്നുണ്ട്. അതിൽ 2-ാമത്തെ വാക്യം നമുക്ക് വായിച്ചു നോക്കാം. 2 രാജാക്കന്മാർ 22-ാം അധ്യായം 2-ാമത്തെ വാക്യം. അവൻ യഹോവയ്ക്ക് പ്രസാദമായുള്ളത് ചെയ്തു. തൻ്റെ പിതാവായ ദാവീദിന്റെ വഴിയിലൊക്കെയും വലത്തോട്ടും ഇടത്തോട്ടും മാറാതെ നടന്നു. പ്രിയപ്പെട്ടവരെ, അവൻ്റെ പാരമ്പര്യം അതായിരുന്നു. തൻ്റെ പിതാവ് എന്ന് വെച്ചാൽ അവൻ്റെ നേരെ പിതാവല്ല, അവൻ്റെ വംശപാരമ്പര്യം അതായിരുന്നു. അതിൻ്റെ 1-2 വാക്യം നമുക്ക് കാണാം. 8-ാമത്തെ വയസ്സിൽ രാജാവായി. ഏതാണ്ട് 30-31 വയസ്സ് ഇസ്രായേൽ രാജാവായിട്ട് വാണു. ഈ അധികാരവും പദവിയും അഹങ്കാരവും ഈ പണവും എല്ലാം അവൻ്റെ മേലെ കുവിഞ്ഞുകൂടിയിട്ടും അവൻ്റെ പിതാവായി ദാവീദ് നടന്ന അതേ പാരമ്പര്യത്തിൽ അവൻ നടന്നു. ദൈവം പ്രസാദിക്കുന്ന അങ്ങനെയുള്ളവരാണ്. പാരമ്പര്യം എന്ന് പറഞ്ഞ് എന്തെങ്കിലും ചെയ്യുന്നതല്ല. പാരമ്പര്യം നല്ലതുണ്ട്. പിതാക്കന്മാരുടെ പാരമ്പര്യത്തിൽ നല്ലതുണ്ട്. ദാവീദ് നല്ല പാരമ്പര്യം കാണിച്ചു കൊടുത്തു. പ്രിയപ്പെട്ടവരെ, ദാവീദിൻ്റെ കുലത്തിൽ ചില മക്കളെങ്കിലും, വംശത്തിൽ ചിലരെങ്കിലും
ആ അപ്പൻ കാണിച്ചു തന്ന നല്ല മാതൃകയിൽ നടന്നു. പ്രിയപ്പെട്ടവരെ, പാരമ്പര്യമെല്ലാം തെറ്റല്ല, പക്ഷേ അവർക്ക് തെറ്റുപറ്റിയ കാര്യങ്ങളുണ്ട്. അതല്ല മക്കൾ അനുസരിക്കേണ്ടത്. മക്കൾ പിതാക്കന്മാരുടെ പാരമ്പര്യത്തിൽ നല്ലത് മാത്രം അനുസരിക്കണം. ജീവനുള്ള ദൈവത്തോട് ചേർന്ന് നിൽക്കണം. പ്രിയപ്പെട്ടവരെ, നാം കേട്ടല്ലോ, യായിറോസിൻ്റെ വീട്ടിൽ അവൻ്റെ കുഞ്ഞിന് രോഗം പിടിച്ചപ്പോൾ ഓടി യേശുവിൻ്റെ അടുക്കൽ വന്നു കഴിഞ്ഞപ്പോൾ പ്രിയപ്പെട്ടവരെ എന്താ സംഭവിച്ചത്? കർത്താവായ യേശു യായിറോസിൻ്റെ കൂടെ വീട്ടിലേക്ക് ചെന്നിട്ട് യായിറോസിനോട് പറഞ്ഞു, നിന്റെ ഭാര്യയെ വിളിക്ക്. ആ ഭാര്യയും ഭർത്താവും കൂടെ കർത്താവായ യേശുവിൻ്റെ കൂടെ അവർ ആ മരിച്ചു കഴിഞ്ഞ കുഞ്ഞ് കിടക്കുന്നിടത്തേക്ക് അവർ കടന്നു ചെന്നു. പ്രിയപ്പെട്ടവരെ, രണ്ടുപേരും യേശുവിനോട് ചേർന്ന് നിന്നു. ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം 51-ാം വാക്യം വായിച്ചാൽ നിങ്ങൾക്ക് കാണാം. ഭാര്യയും ഭർത്താവും ഭിന്നത മറന്ന്, അകൽച്ച മറന്ന്, അതുവരെയുള്ള പിണക്കം മറന്ന്, അതുവരെയുള്ള കുശുമ്പും, അതുവരെയുള്ള പറഞ്ഞുപോയ വാക്കുകളെല്ലാം മറന്ന് ഇപ്പോൾ തങ്ങളുടെ തങ്ങളുടെ കുഞ്ഞിൻ്റെ കാര്യം കൈവിട്ടുപോയി. കുഞ്ഞ് മരിച്ചുപോയി. പ്രിയപ്പെട്ടവരെ, അങ്ങനെ കൈവിട്ടുപോയ കുഞ്ഞിൻ്റെ കാര്യത്തിന് വേണ്ടി ആ അപ്പനും അമ്മയും ഒരുമിച്ച് യേശുവിനോടുകൂടെ അവിടെ നിന്നപ്പോൾ എന്താ സംഭവിച്ചത്? കർത്താവായ യേശു ആ കുഞ്ഞിൻ്റെ കാര്യത്തിൽ പ്രവർത്തിച്ചു. കുഞ്ഞിൻ്റെ ജീവൻ മടങ്ങി വന്നു. പ്രിയപ്പെട്ടവരെ, എവിടെ ഭാര്യഭർത്താക്കന്മാർക്ക് കർത്താവിനോട് ചേർന്ന് നിൽക്കുവാനുള്ളതായ, യേശുവിനോട് ചേർന്ന് ഒരുമിച്ച് നിൽക്കാനുള്ളതായ ആ താല്പര്യം എവിടെ കിട്ടുന്നുവോ പ്രിയപ്പെട്ടവരെ, അവിടെ മക്കളുടെ കാര്യത്തിൽ പരിഹാരമുണ്ട്. നിങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ പരിഹാരമുണ്ട്. അവരുടെ ജീവിതത്തിൽ എന്തെല്ലാം സംഭവിച്ചിട്ടുണ്ടെങ്കിലും പരിഹാരമുണ്ട്. പക്ഷേ അവിടെ ആ ഭാര്യ വന്നില്ലായിരുന്നെങ്കിലോ, യേശു വിളിച്ചപ്പോൾ ഭർത്താവിൻ്റെ കൂടെ നിൽക്കാൻ ഭാര്യ വന്നില്ലായിരുന്നെങ്കിലോ, അല്ലെങ്കിൽ ഭർത്താവ് വന്നില്ലായിരുന്നെങ്കിലോ എന്ത് സംഭവിക്കുമായിരുന്നു? ആ കുഞ്ഞിന് ജീവൻ കിട്ടാതെ പോകുമായിരുന്നു. പ്രിയപ്പെട്ടവരെ, എവിടെ കുടുംബം ഒരുമിച്ച് നിൽക്കുന്നുവോ, സക്കായിയുടെ കുടുംബം ഒരുമിച്ച് നിന്നു. സക്കായി യേശു വീട്ടിലേക്ക് ചെന്നപ്പോൾ അവനും എൻ്റെ ഭാര്യയും ആ കുടുംബം ഒരുമിച്ച് നിന്നു. കാരാഗൃഹ പ്രമാണി അവൻ്റെ വീട്ടിലേക്ക് പൗലോസ് ചെന്നപ്പോൾ ആ കുടുംബം ഒരുമിച്ച് നിന്നു. നിങ്ങൾ നിങ്ങളുടെ ഭിന്നത മറന്ന്, നിങ്ങളുടെ പിണക്കം മറന്ന്, നിങ്ങളുടെ നീരസം മറന്ന് ഭാര്യ ഭർത്താക്കന്മാർ ഒരുമിച്ച് നിൽക്കാൻ തീരുമാനിക്കുക. ഒരു മനസ്സോടെ നിൽക്കാൻ തീരുമാനിക്കുക. ക്രിസ്തുവിൽ ആശ്രയിച്ച് ഒരു മനസ്സോടെ നിൽക്കുക. അപ്പോൾ നിങ്ങളുടെ കുടുംബത്തിന് പരിഹാരമുണ്ട്, പ്രശ്നത്തിന് പരിഹാരമുണ്ട്. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേൽ ജീവൻ വ്യാപരിക്കും. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ആത്മീയ മരണം മാറും. അവിടെ വഴിവഴിച്ച പോക്ക് മാറും. അവരുടെ അധർമ്മം മാറും. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി നിങ്ങൾക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യം അവർക്ക് ഏറ്റവും നല്ല ഫീസ് കൊടുത്ത് അവർക്ക് ഏറ്റവും വലിയ സ്കൂളിൽ അവരെ പഠിപ്പിക്കുന്നതല്ല. പ്രിയപ്പെട്ടവരെ, അവർക്ക് വേണ്ടി ഭാര്യയും ഭർത്താവ് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നതാണ്. ഭാര്യയും ഭർത്താവ് ഒരുമിച്ചിരുന്ന് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനേക്കാൾ വലിയൊരു നന്മയും നിങ്ങളുടെ നിങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുകയില്ല. ദൈവമക്കളെ അത് ചെയ്തപ്പോഴാണ് ആ കുടുംബങ്ങളെയെല്ലാം പ്രശ്നം മാറിയെന്ന് നാം ഓർത്തുകൊള്ളണം. ദൈവമക്കളെ, നാം വായിച്ചല്ലോ സഭാപ്രസംഗിയുടെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിച്ചു നോക്കാം. സഭാപ്രസംഗി 7:19 ഒന്ന് വായിച്ചു നോക്കാം. അവിടെ ഇപ്രകാരം പറയുന്നു. പ്രിയപ്പെട്ടവരെ, എന്താണ് 7:19? ജ്ഞാനിയായ ശലോമോൻ പറയുന്നു. എന്താണ് ശലോമോൻ പറയുന്നത്? ഒരു പട്ടണത്തിൽ 10 ബലശാലികൾ ഉള്ളതിനേക്കാൾ ജ്ഞാനം ജ്ഞാനിക്ക് അധികം ബലം. ഒരു പട്ടണത്തിലോ ഒരു വീട്ടിലോ പ്രിയപ്പെട്ടവരെ 10 ബലശാലികൾ ഉള്ളതിനേക്കാൾ, പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ വീട്ടിൽ 10 ഡോക്ടർമാരോ 10 ബിസിനസ്സുകാരോ 10 പഠിപ്പുള്ളവരോ 10 പാണ്ഡിത്യമുള്ളവരോ 10 സൗന്ദര്യമുള്ളവരോ ഉണ്ടാവുന്നതിനേക്കാൾ ആ വീടിന് അനുഗ്രഹം അവിടെ ഒരു മാനസാന്തരപ്പെട്ട ആളുണ്ടെങ്കിൽ അനുഗ്രഹമാണ്. 10 സൗന്ദര്യമുള്ളവർ വീട്ടിലുള്ളതിനേക്കാൾ, 10 ഡോക്ടർമാർ വീട്ടിലുള്ളതിനേക്കാൾ, 10 എഞ്ചിനീയർമാരോ പ്രൊഫസർമാരോ 10 VIP-കളോ വീട്ടിലുള്ളതിനേക്കാൾ ഒരു ഭവനത്തിൻ്റെ അനുഗ്രഹം, ആ ഭവനത്തിൽ ഒരു മാനസാന്തരപ്പെട്ട ഭർത്താവ് ഉണ്ടാകുക, മാനസാന്തരപ്പെട്ട ഭാര്യ ഉണ്ടാകുക, മാനസാന്തരപ്പെട്ട ഒരു അപ്പനുണ്ടാകുക, മാനസാന്തരപ്പെട്ട ഒരു അമ്മയുണ്ടാകുക. അതാണ് ആ കുടുംബത്തിന് അനുഗ്രഹമെന്ന് ജ്ഞാനിയായ ശലോമോൻ തൻ്റെ ജ്ഞാനത്തിൽ എഴുതി വെച്ചു. 10 ബലശാലികളുള്ളതല്ല കാര്യം. 10 തടിമിടുക്കന്മാരായ മക്കളുള്ളതിനേക്കാൾ മാനസാന്തരപ്പെട്ട ഒരു കുഞ്ഞു നിനക്കുണ്ടെങ്കിൽ അതൊരു ഭാഗ്യമാണ്. പ്രിയപ്പെട്ടവരെ, അതാണ് ആ കുടുംബത്തിൻ്റെ ഐശ്വര്യം എന്ന് പറയുന്നത്. നിങ്ങളുടെ കുടുംബത്തിന് ഒരു ഐശ്വര്യമാണോ പ്രിയപ്പെട്ടവരെ?
നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിന് ഒരു അനുഗ്രഹമാണോ? നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിലെ ഭാര്യയായിരിക്കാം, ആഹാരം ഉണ്ടാക്കുന്ന ആളായിരിക്കാം, കുടുംബത്തിലേക്ക് വരുമാനം കൊണ്ടുവരുന്ന ആളായിരിക്കാം. പക്ഷേ നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിന് ഒരു അനുഗ്രഹമാണോ? നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിലൊരു സമാധാനം ഉണ്ടാക്കുന്ന ആളാണോ? നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിന് അനുഗ്രഹമാകണമെങ്കിൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഒരു ബോൺ അഗെയിൻ പേഴ്സൺ ആയിരിക്കണം. നിങ്ങളൊരു മാനസാന്തരപ്പെട്ട വ്യക്തിയായിരിക്കണം. നിങ്ങൾ സഭ മാറുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് ശിശു സ്നാനം മതി. പ്രിയപ്പെട്ടവരെ, സ്നാനത്തെക്കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. ഹൃദയം മാറിയ വ്യക്തിയായിരിക്കണം. പാപത്തിന് പകരം വിശുദ്ധി തീരുമാനിച്ച വ്യക്തിയായിരിക്കണം. പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിന് ഹൃദയം കൊടുത്ത വ്യക്തിയായിരിക്കണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിന് ഒരു അനുഗ്രഹമായിട്ട് മാറും. ദൈവമക്കളെ, ഇതാണ് അടിയങ്ങൾക്ക് പറയാനുള്ളതായ സുവിശേഷം. നിങ്ങളുടെ ഇരുട്ട് മാറ്റുന്ന ക്രിസ്തു, നിങ്ങളുടെ കുടുംബത്തിൽ വെളിച്ചം കൊണ്ടുവരുന്ന ക്രിസ്തു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നിരാശപ്പെടരുത്. 7-ാം അധ്യായത്തിൻ്റെ 21-22 വാക്യം നമുക്ക് വായിച്ചു നോക്കാം. സഭാപ്രസംഗി 7-21-22 വാക്യം വായിച്ചു നോക്കാം. പറഞ്ഞു കേൾക്കുന്ന സകല വാക്കിനും നീ ശ്രദ്ധ കൊടുക്കരുത്. പറഞ്ഞു കേൾക്കുന്ന സകല വാക്കിനും നീ ശ്രദ്ധ കൊടുക്കരുത്. നിന്റെ ദാസൻ നിന്നെ ശപിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ശാപവാക്ക് കേട്ടാലും പറഞ്ഞു കേൾക്കുന്ന എല്ലാ വാക്കിനും നിങ്ങൾ ശ്രദ്ധ കൊടുക്കരുത്. പ്രിയപ്പെട്ടവരെ, നിങ്ങളെ ശപിക്കുന്നത് കേട്ടാലും നിങ്ങൾ ശ്രദ്ധിക്കണ്ട. നിങ്ങളെ പുകഴ്ത്തി പറഞ്ഞാലും നിങ്ങൾ അതിനും ചെവി കൊടുക്കണ്ട. നിങ്ങൾ അതിനും പ്രതികരിക്കണ്ട. നിങ്ങളെ താഴ്ത്തി കെട്ടിയാലും പ്രതികരിക്കണ്ട. നിങ്ങളുടെ ഭർത്താവ് നിങ്ങളെ താഴ്ത്തി കെട്ടിയോ? നിങ്ങളുടെ ഭാര്യ നിങ്ങളെ താഴ്ത്തി കെട്ടിയോ? പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ വേലക്കാർ പോലും നിങ്ങളെ ശപിച്ചോ? എന്താണ് ഷാനി ആ ശലോമോൻ പറയുന്നത്? വായിക്കാം. നിന്നെ ശപിക്കുന്നത് നീ കേൾക്കാതിരിക്കേണ്ടതിന് തന്നെ നീയും പല പ്രാവശ്യം മറ്റുള്ളവരെ ശപിച്ച പ്രകാരം നിനക്ക് മനോബോധമുണ്ടല്ലോ. പ്രിയപ്പെട്ടവരെ, ശാപവാക്ക് നാം കേൾക്കുമ്പോൾ ഇളകണ്ട. കാരണം നാമും ശാപവാക്ക് പറഞ്ഞിട്ടുള്ളവരാണ്. നാമും മറ്റുള്ളവരെ താഴ്ത്തി കെട്ടിയിട്ടുള്ളവരാണ്. നമുക്കും തെറ്റുണ്ട്, നമുക്കും പാപമുണ്ട്. ഇന്ന് നമ്മളെക്കുറിച്ച് അഭിപ്രായം പറയുമ്പോൾ നാം അഭിപ്രായം പറഞ്ഞിട്ടുള്ളവരാണ്. പ്രിയപ്പെട്ടവർ, അതുകൊണ്ട് നിങ്ങളെക്കുറിച്ച് കേൾക്കുമ്പോൾ നിങ്ങൾ ഒന്നും പറയണ്ട. പൊക്കി പറഞ്ഞാൽ പൊങ്ങിപ്പോകണ്ട, താഴ്ത്തിക്കെട്ടിയാൽ താഴ്ന്നു പോകണ്ട. മരുമകൾ പ്രാഗിയോ അമ്മായിമ്മ പ്രാഗിയോ, പ്രിയപ്പെട്ടവരെ, ഇളകാ നിന്നാൽ മതി. അടുത്ത വാക്യം എന്താണ്? ഇതൊക്കെയും ഞാൻ ജ്ഞാനം കൊണ്ട് പരീക്ഷിച്ചു നോക്കി. പ്രിയപ്പെട്ടവരെ, ജ്ഞാനികളെ ശലോമോൻ പറയുകയാണ്, ദൈവമക്കളെ, മറ്റുള്ളവർ എന്തും പറയട്ടെ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഇന്ന് വരെ ഇല്ലാത്ത അനുഗ്രഹം നാളെ നിങ്ങൾക്ക് ഉണ്ടാവില്ല എന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് കേട്ടോ. ഇന്ന് വരെ നിങ്ങൾക്കില്ലാത്ത ഒരു അനുഗ്രഹവും നാളെ എനിക്കുണ്ടാവില്ല എന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത്. ഇന്ന് വരെ ഇല്ലാത്തത് നാളെ നിങ്ങൾക്ക് തരാൻ കഴിവുള്ളവനാണ് ഈ ദൈവം. ഇന്ന് വരെ നിങ്ങൾക്കില്ലാത്ത സമാധാനം, ഇന്ന് വരെ നിങ്ങൾക്കില്ലാത്ത കുടുംബത്തിലെ സമാധാനം, ഇന്ന് വരെ നിങ്ങൾക്കില്ലാത്ത വിശുദ്ധി, ഇന്ന് വരെ നിങ്ങൾക്കില്ലാത്തതായ ആ നല്ല വാക്ക്, സ്നേഹമുള്ള വാക്ക്, ഇന്ന് വരെ നിങ്ങൾക്കില്ലാത്തതായ വിജയം, ഇന്ന് വരെ നിങ്ങൾ തോറ്റ പരീക്ഷയിൽ നാളെ നിങ്ങളെ ജയിപ്പിക്കാൻ കർത്താവ് ശക്തനാണ്. ഇന്ന് വരെ നിങ്ങൾക്ക് പറക്കാത്ത കുഞ്ഞിനെ നാളെ അടുത്ത വർഷം നിങ്ങളുടെ കയ്യിൽ തരാൻ യേശു ശക്തനാണ്. ഇന്ന് വരെ നടക്കാത്ത വിവാഹങ്ങൾ ഈ വർഷം നടത്തി തരാൻ കർത്താവ് ശക്തനാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് വരെ ഇല്ലാത്ത അനുഗ്രഹങ്ങളെല്ലാം ഒരു കാലത്തും കിട്ടുകയില്ല എന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത്. പ്രിയപ്പെട്ടവരെ, വലിയവനായ ദൈവമാണ് നിങ്ങളെ വിടുവിക്കുന്നത്. ദാനിയേലിനെ വിടുവിക്കാൻ വേണ്ടി രാജാവ് അഹോരാത്രം ദാനിയേലിനെ ദാരിയാവേശ് രാജാവ് സ്നേഹിച്ചിരുന്നു. ദാനിയേൽ അവിടുത്തെ പ്രധാനമന്ത്രിയായിരുന്നു, ശുഷ്കാന്തിയുള്ള പ്രധാനമന്ത്രി. അതുകൊണ്ട് അവനെ വിടുവിക്കാൻ വേണ്ടി ശുഷ്കാന്തിയുള്ള രാജാവ് ആത്മാർത്ഥമായി പരിശ്രമിച്ചു. പ്രിയപ്പെട്ടവരെ, അവന് സാധിച്ചില്ല. അവസാനം ദാനിയേലിനെ സിംഹക്കുഴിയിൽ എറിഞ്ഞു. സിംഹങ്ങളുടെ കുഴിയിലേക്ക് ദാനിയേലിനെ എറിഞ്ഞു. ദാനിയേൽ എറിഞ്ഞതിന് ശേഷം 6-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്, പിറ്റേ ദിവസം രാവിലെ, രാത്രിയാണ് സിംഹക്കുഴിയിലേക്ക് ദാനിയേലിനെ എറിഞ്ഞത്. പിറ്റേ ദിവസം അതിരാവിലെ രാജാവ് സിംഹക്കുഴിയുടെ വാതിക്കലെത്തി. എന്തെങ്കിലും പ്രതീക്ഷയ്ക്ക് വകയുണ്ടോ? 100 കണക്കിന് സിംഹമുള്ള സിംഹക്കുഴിയിലേക്ക് ദാനിയേലിനെ എറിഞ്ഞിട്ട് പിറ്റേ ദിവസം രാവിലെ ഇറങ്ങിച്ചെന്ന് നോക്കേണ്ട കാര്യമുണ്ടോ? പ്രിയപ്പെട്ടവരെ, പിറ്റേ ദിവസം രാവിലെ ഇറങ്ങിച്ചെന്ന് അന്വേഷിക്കേണ്ട കാര്യമുണ്ടോ? അതാണ് ദൈവം, അതാണ് ദൈവത്തിൻ്റെ സ്നേഹം. പിറ്റേ ദിവസം അതിരാവിലെ രാജാവ് സിംഹക്കുഴിയുടെ വാതിക്കൽ ചെന്ന് ഇറങ്ങി. ദാനിയേലെ വിളിച്ചു ചോദിച്ചു, ദാനിയേലെ, നീ സേവിച്ചു വന്ന ദൈവം നിന്നെ വിടുവിക്കാൻ പ്രാപ്തനായോ എന്ന്. നീ സേവിച്ചു വന്ന ദൈവം നിന്നെ വിടുവിക്കാൻ പ്രാപ്തനായോ എന്ന്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ പ്രാപ്തിയുള്ള ഒരുവന്റെ കയ്യിലേക്ക് നിങ്ങളുടെ ജീവിതം കൊടുക്കണം. പ്രിയപ്പെട്ടവരെ, പ്രാപ്തിയുള്ള ഒരുവന്റെ കയ്യിലേക്ക് കൊടുക്കണം.
രാജാവ് വിചാരിച്ചാൽ വിടുവിക്കാൻ പറ്റില്ല. പക്ഷേ വിടുവിക്കാൻ ശക്തനായ പ്രാപ്തനായ ഒരുവനുണ്ട്. പ്രിയ ദൈവത്തിലെ നിന്റെ ജീവിതവൻ്റെ കയ്യിലേക്ക് കൊടുത്തിട്ടുണ്ടോ? പ്രാപ്തിയുള്ളവൻ്റെ കയ്യിലേക്ക് കൊടുത്തിട്ടുണ്ടോ? സിംഹങ്ങളുടെ കയ്യിൽ നിന്ന് നിന്നെ വിടുവിക്കാൻ കഴിയുന്നവൻ. സഹോദര, നീ നേരിടുന്ന സിംഹം ഏതാണ്? നിന്റെ മക്കളുടെ പ്രശ്നമാണോ? നിന്റെ ആരോഗ്യ പ്രശ്നമാണോ? നിന്റെ തീരാ രോഗമാണോ? നിന്റെ കുടുംബ കലഹമാണോ? പ്രിയപ്പെട്ടവരെ, നിന്റെ സാമ്പത്തിക ദാരിദ്ര്യമാണോ? നിന്റെ പ്രശ്നം ഏതാണ്? പ്രിയപ്പെട്ടവരെ, നിന്റെ സിംഹക്കുഴി ഏതാണ്? ഈ കുടുംബം നിന്റെ സിംഹക്കുഴിയാണോ? ആ സിംഹക്കുഴിയിൽ നിന്ന് നിന്നെ സമാധാനത്തോടെ കാക്കാൻ കഴിയുന്ന പ്രാപ്തിയുള്ള ഒരു ദൈവമുണ്ട്. പ്രിയപ്പെട്ടവരെ, ആ പ്രാപ്തിയുള്ള ദൈവത്തിൻ്റെ കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ ജീവിതം കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? പ്രിയപ്പെട്ടവരെ, അത് കൊടുക്കുന്നവനാണ് അനുഗ്രഹം പ്രാപിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമക്കളെ, പ്രാപ്തിയുള്ളവനായ ദൈവം രാജാവ് വിളിച്ചു ചോദിച്ചു, സിംഹം കണ്ട കയ്യിൽ നിന്നെ വിടുവിക്കാൻ നീ സേവിച്ചു വരുന്ന ദൈവത്തിന് പ്രാപ്തിയുണ്ടോ എന്ന്. ദൈവമക്കളെ, മരണദിവസം ജനദിവസത്തെക്കാൾ നല്ലതാകുന്നത് എങ്ങനെയാണ്? അബ്രഹാമിന് നല്ലതായിരുന്നു. വലത്ത് ഭാഗത്തെ കള്ളന് അവൻ്റെ മരണദിവസം ജനനദിവസത്തേക്കാൾ നല്ലതായിരുന്നു. അപ്പോസ്തലനായ പൗലൂസിന് തൻ്റെ മരണദിവസം ജനദിവസത്തേക്കാൾ നല്ലതായിരുന്നു. പ്രിയപ്പെട്ടവർ, ഇവർക്കെല്ലാം അതെങ്ങനെയാണ് സാധിച്ചത്? അത് സാധിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, മനുഷ്യരായ നമ്മുടെ ഉള്ളിൽ ഒരാത്മാവുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. നമ്മുടെ എല്ലാം ഉള്ളിൽ, ഈ മൺകൂടാരത്തിനുള്ളിൽ ഒരാത്മാവുണ്ട്. ഈ ആത്മാവിൻ്റെ സൗഖ്യം, ഈ ആത്മാവ് സുഖമാണോ, ഈ ആത്മാവിൻ്റെ അവസ്ഥയനുസരിച്ചാണ് നമ്മുടെ മരണദിവസം ജനദിവസത്തേക്കാൾ നല്ലതോ ചീത്തയോ എന്നറിയുന്നത്. യോഹന്നാൻ എഴുതിയ ലേഖനം വായിച്ച് നോക്കാം. 3-ാമത്തെ ലേഖനം 2-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. 3-ാമത്തെ യോഹന്നാൻ്റെ ലേഖനം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ യോഹന്നാൻ്റെ ലേഖനങ്ങൾ വായിക്കുന്ന നല്ലതാണ്. നിങ്ങളുടെ കുടുംബത്തിൽ കലഹമുണ്ടെങ്കിൽ, ഭാര്യയും ഭർത്താവൊക്കെ തമ്മിൽ ഇഷ്ടക്കുറവുണ്ടെങ്കിൽ, അല്ല നിങ്ങളുടെ ഭവനത്തിൽ സ്നേഹത്തിന് കുറവുണ്ടെങ്കിൽ, നിങ്ങൾ യോഹന്നാൻ്റെ ലേഖനങ്ങൾ വായിക്കണം. സുവിശേഷമല്ല ഞാൻ പറഞ്ഞത്, ലേഖനങ്ങൾ വായിക്കണം. അപ്പോഴാണ് സ്നേഹിക്കേണ്ടത് എങ്ങനെയാണെന്നും സ്നേഹം എവിടെ നിന്നാണ് വരുന്നതെന്നും സ്നേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്നെല്ലാം നമുക്ക് മനസ്സിലാക്കി തരുന്നത് അപ്പോസ്തലനായ യോഹന്നാൻ എഴുതിയ ലേഖനങ്ങളാണ്. 3-ാമത്തെ ലേഖനം 2-ാം വാക്യം വായിക്കാം. പ്രിയനെ, നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ നീ സകലത്തിലും ശുഭമായും സുഖമായും ഇരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ആത്മാവ് ശുഭമാകുന്നത് പോലെ മാത്രമേ ഈ ഭൂമിയിലുള്ള നമ്മുടെ ഏതു കാര്യവും ശുഭമായും സുഖമായും തീരുകയുള്ളൂ. ആത്മാവ് സൗഖ്യമുള്ളതായിരിക്കണം. ആത്മാവ് ജീവനിലായിരിക്കണം. നമ്മുടെ മക്കൾ, നമ്മുടെ ഭവനത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ ഒറ്റ പല്ല് പോലും ഉണ്ടാവില്ല, ഒരു പല്ല് പോലും ഉണ്ടാവില്ല. ഒരു പ്രയാസമില്ല നമുക്ക്. അയ്യോ, കുഞ്ഞ് ജനിച്ചപ്പോൾ കുഞ്ഞിന് ഒരു പല്ലും ഇല്ലല്ലോ, നമുക്ക് ആർക്കെങ്കിലും വിഷമമുണ്ടോ? ഒരു വിഷമവും ഇല്ല, ഒരു വേദനയില്ല. കാരണം കുറച്ച് കഴിയുമ്പോൾ പല്ലുണ്ടാകുമെന്ന് നമുക്കറിയാം. അതുകൊണ്ട് കുഞ്ഞ് ജനിക്കുമ്പോൾ ഒരു പല്ല്, കണ്ണില്ലെങ്കിൽ നമുക്ക് വേദന വരും. കുഞ്ഞ് ജനിക്കുമ്പോൾ കണ്ണില്ലെങ്കിൽ വിഷമായി. പ്രിയപ്പെട്ടവരെ, ചെവിയില്ലെങ്കിലോ വിഷമമായി, കാലില്ലെങ്കിലോ വിഷമമായി. പക്ഷേ പല്ലില്ലെങ്കിലോ ഒരു കുഴപ്പമില്ല. കാരണം അത് പിന്നീട് ജനിച്ചു വരുമെന്ന് നമുക്കറിയാം. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, അതുപോലെ പള്ളിയിൽ മാമോദീസ മുങ്ങി 5 കൊല്ലം കഴിയുമ്പോൾ, 10 കൊല്ലം കഴിയുമ്പോൾ, അല്ലെങ്കിൽ 20 വയസ്സാകുമ്പോൾ, 50 വയസ്സാകുമ്പോൾ, 60 വയസ്സാകുമ്പോൾ നമുക്ക് സ്വാഭാവികമായി ഉണ്ടായി വരുന്ന ഒന്നല്ല ഈ പറയുന്ന പോലെ ആത്മാവിൻ്റെ ജീവൻ അഥവാ ഒരു മാനസാന്തരം എന്ന് പറയുന്നത്, ഒരു വീണ്ടും ജനനം എന്ന് പറയുന്നത്. പല്ല് മുളയ്ക്കുന്നത് പോലെ, മനുഷ്യരായി നമുക്ക് പല്ല് മുളയ്ക്കുന്നത് പോലെ സ്വാഭാവികമായി ഉണ്ടാകുന്നൊരു അനുഭവമല്ല പ്രിയപ്പെട്ടവരെ മാനസാന്തരം അഥവാ ബോൺ അഗൈൻ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. അതെങ്ങനെയാണ് ഉണ്ടാകുന്നത്? അതാണ് പത്രോസിൻ്റെ 1-ാമത്തെ ലേഖനം. നമുക്ക് നോക്കാം. 2-ാം അധ്യായം 1:21-24. 1 പത്രോസ് 1:21-24 വേഗം വായിക്കാം. കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. അടുത്ത വാക്യം. സകല ജഡവും പുല്ലുപോലെയും അതിന്റെ ഭംഗിയെല്ലാം പുല്ലിന്റെ പൂ പോലെയുമാകുന്നു. പ്രിയപ്പെട്ടവരെ, മാതാപിതാക്കന്മാരിൽ നിന്ന് നമുക്ക് കിട്ടിയ ജീവൻ അതെങ്ങനെയുള്ളതാണ്? പുല്ല് പോലെ, പുഷ്പം പോലെ എന്നാണ് പറയുന്നത്. എന്നുവെച്ചാൽ മാതാപിതാക്കന്മാരുടെ വഴിയായി നമുക്ക് കിട്ടിയ ആ സ്വാഭാവികമായ ജനനം
അത് പുല്ലുപോലെ പൂവ് പോലെയാ, അത് ഇല്ലാതായി പോകുന്നതാണ്. അത് നിലനിൽക്കുന്നതല്ല, അതിന് ശാശ്വതമായ നിലനിൽപ്പില്ല. എൻ്റെ അപ്പനിൽ നിന്ന് എനിക്ക് കിട്ടിയ ജീവിതം, എൻ്റെ മകന് ഞാൻ കൊടുത്ത ജീവിതം, അതിനൊന്നും ശാശ്വതമായ നിലനിൽപ്പില്ല. അതൊക്കെ പുല്ലുപോലെ പൂ പോലെ മാത്രമേ ഉള്ളൂ, ഏതാനും കാലമേ നിലനിൽക്കുകയുള്ളൂ. എന്നാൽ സന്തോഷമുള്ളതും സമാധാനമുള്ളതും സ്നേഹമുള്ളതും പ്രിയപ്പെട്ടവരെ അഭിവൃദ്ധിയുള്ളതുമായ ഒരു ജീവിതം നമുക്ക് വേണമെങ്കിൽ അത് എവിടെ നിന്ന് കിട്ടണം? കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവത്തിൻ്റെ വചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനം കേട്ടുണ്ടാകുന്ന ആ വീണ്ടും ജനന അനുഭവത്തിന് മാത്രമേ നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും തരാൻ പറ്റുകയുള്ളൂ. മാതാപിതാക്കന്മാരിൽ നിന്ന് കിട്ടിയ ജീവനും അത് പുല്ലുപോലെ പൂ പോലെ മാത്രം. എന്നാൽ വചനം കേട്ടുണ്ടാകുന്ന മാനസാന്തര അനുഭവം പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കുന്ന സമാധാനം തരും. ആ വീണ്ടും ജനിച്ച മക്കൾക്കുള്ള വചനമാണ് അവരുടെ മരണ ദിവസം അവരുടെ ജനനദിവസത്തേക്കാൾ നല്ലതായിരിക്കും. പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ വീണ്ടും ജനനം പ്രാപിച്ചുവോ? നിങ്ങൾ മാനസാന്തരപ്പെട്ടുവോ? എങ്കിൽ നിങ്ങളുടെ മരണ ദിവസം നിങ്ങളുടെ ജനന ദിവസത്തേക്കാൾ നിങ്ങൾക്ക് സമാധാനമുള്ള ദിവസമായിരിക്കും. മരണമെടുക്കുമ്പോൾ ആര് വരും? പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവായ യേശുവിൻ്റെ പെസഹ കഴിഞ്ഞിട്ടുള്ളതായ രാത്രി, അവൻ്റെ ഒടുക്കത്തെ രാത്രി, പ്രിയപ്പെട്ടവരെ മരണമെടുത്ത രാത്രി ആര് വന്നു എന്ന് നിങ്ങൾക്കറിയാവോ? യോഹന്നാൻ 14:30 വായിച്ചു നോക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 30-ാമത്തെ വാക്യം നമുക്ക് വായിച്ചു നോക്കാം. കർത്താവ് ഇപ്രകാരം പറയുന്നു: ഞാനിനി നിങ്ങളോട് വളരെ സംസാരിക്കയില്ല, ലോകത്തിന്റെ പ്രഭു വരുന്നു, അവൻ എന്നോട് ഒരു കാര്യവുമില്ല. പ്രിയപ്പെട്ടവരെ, ലോകത്തിന്റെ പ്രഭു പിശാചാണ്. ലോകത്തിന്റെ പ്രഭു പിശാചാണ്. കർത്താവ് പറയുകയാണ്, പിശാച് പ്രിയപ്പെട്ടവരെ തൻ്റെ അവസാന മരണമെടുത്ത ആ രാത്രി അവൻ്റെ അടുക്കലേക്ക് പിശാചു കടന്നു വന്നു. കർത്താവിന് പറയാൻ പറ്റി, അവനെന്നോടൊരു കാര്യവുമില്ല, കാരണം അവന് പാപമില്ല. പ്രിയ ദൈവത്തിലെ നിന്റെ മരണമെടുക്കുമ്പോൾ പിശാച് നിന്റെ അടുക്കലേക്കും വരും. അവൻ ഈ ലോകത്തിൻ്റെ അധിപതിയാണ്, അവൻ ഈ ലോകത്തിൻ്റെ അധികാരിയാണ്. അവൻ നിന്റെ അടുക്കലേക്കും വരും. അവൻ നിന്നോട് കാര്യം ചോദിക്കാൻ വരും. അവൻ നിന്നോട് നിന്റെ ജീവിതത്തിലെ കുറവുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവൻ നിന്നോട് സംസാരിക്കാൻ തുടങ്ങും. നിന്റെ പാളിച്ചകൾ, നിന്റെ മഹാപാപങ്ങൾ, നീ ഏറ്റുപറയാത്ത പാപങ്ങൾ, വിട്ടുകളയാത്ത പാപങ്ങൾ, ഇപ്പോഴും പിടിച്ചിരിക്കുന്ന പിടിവാശികൾ, ഇപ്പോഴുമുള്ള നിന്റെ മദ്യപാനത്തെക്കുറിച്ചും അശുദ്ധ വികാരങ്ങളെക്കുറിച്ചും മ്ലേച്ഛ ബന്ധങ്ങളെക്കുറിച്ചും നിന്നോട് കണക്ക് ചോദിക്കാൻ നിന്റെ മരണമെടുക്കുമ്പോൾ ഈ ലോകത്തിൻ്റെ പ്രഭു കടന്നു വരും. ഈ ലോകത്തിൻ്റെ പ്രഭു കടന്നു വരും. പ്രിയപ്പെട്ടവരെ, അവൻ വരുമ്പോൾ നിങ്ങൾക്കെന്ത് പറയാനുണ്ടായിരിക്കും? നിങ്ങൾക്കെന്ത് പറയാനുണ്ടായിരിക്കും? മരണം നിങ്ങളുടെ മേൽ ചാടി വീഴുന്നൊരു ദിവസമുണ്ട്. സിംഹം പോലെ മരണം നിങ്ങളുടെ മേൽ ചാടി വീഴും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പിതാക്കന്മാർ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളതുപോലെ ജനിച്ച നാൾ മുതൽ മരണം നമ്മുടെ കൂടെ നടക്കുന്നുണ്ട്. മരണം നമ്മുടെ കൂടെ നടക്കുന്നുണ്ട്. നാം നടക്കുന്നതിനൊപ്പം നമ്മുടെ മരണവും നമ്മുടെ കൂടെ നടക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, എന്നാൽ അവൻ അധികാരം കിട്ടിയിട്ടില്ല എന്ന് മാത്രം. അവൻ അധികാരം കിട്ടുന്ന ആ സമയത്ത് നമ്മുടെ ഒപ്പം നടന്നു വരുന്നതായ ആ മരണം, ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അവൻ അധികാരം മാതാവിൻ്റെ കാലം മുതൽ കിട്ടിയിട്ടുണ്ട്. ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിലേക്ക് കടന്നു. പ്രിയപ്പെട്ടവരെ, നാം എല്ലാം ജനിച്ച നാൾ മുതൽ മരണം നമ്മുടെ കൂടെ നടന്നു വരുന്നുണ്ട്. ഒരു സമയം വരുമ്പോൾ ദാവീദ് പറയുന്ന പോലെ സിംഹം എൻ്റെ മേലെ ചാടി വീഴുന്നത് പോലെ, പ്രിയപ്പെട്ടവരെ, ആ മരണം നിങ്ങളുടെ മേൽ ചാടി വീഴും, എൻ്റെ മേൽ ചാടി വീഴും. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, മരണത്തിൻ്റെ അധികാരിയാണ് അവൻ. അവൻ മരണത്തിൻ്റെ അധികാരിയാണ്. അവനെ മാറ്റിയിട്ടില്ല. മരണാധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ യേശു നീക്കിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, എന്നാൽ അത് വിശ്വസിക്കാതെ നിങ്ങളുടെ മേൽ, പ്രിയപ്പെട്ടവരെ, മരണഭയം നിങ്ങളുടെ വന്ന് പിടിക്കും. മരണാധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിക്ക് അടിമകളായിരുന്നവരൊക്കെ ഇവൻ വിടുവിച്ചു. അത് വിശ്വസിക്കാത്തവരോട് ഇരിക്കുന്നുണ്ട്. കർത്താവായ യേശു എനിക്ക് വേണ്ടി മരിച്ചുവെന്നും എൻ്റെ മരണത്തിന് പരിഹാരം വരുത്താൻ ക്രിസ്തുവിൻ്റെ രക്തം മതിയായതെന്നും വിശ്വസിക്കാത്തവരോട് ഇരിക്കുന്നുണ്ട്. സഹോദരന്മാരെ, നിങ്ങളോടാണ് ദൈവത്തിൻ്റെ വചനം ഇന്ന് രാത്രി പറയുന്നു. ഈ ലോകത്തിൻ്റെ പ്രഭു വന്ന് നിന്നോട് കണക്ക് ചോദിക്കാൻ തുടങ്ങും. നിന്റെ മരണനാഴികയിൽ പിശാചിൻ്റെ അടുക്കൽ വന്ന് നിന്റെ പാപം കാണിച്ച് നിന്നെ ഭീതിപ്പെടുത്താൻ തുടങ്ങും. ദൈവത്തിന് സ്തോത്രം. പിതാക്കന്മാർ പറയും, പാപത്തിൻ്റെ മൊന കൊണ്ട് നിന്നെ കുത്താൻ തുടങ്ങുമെന്ന്.
പാപത്തിൻ്റെ മൊന കൊണ്ട് നിന്നെ കുത്താൻ തുടങ്ങും. പ്രിയപ്പെട്ടവരെ, പാപത്തിൻ്റെ മൊന 1 കൊരിന്ത്യർ 5:15 അധ്യായം 51 വാക്യത്തിൽ പറയും, ഹേ മരണമേ നിന്റെ ജയം എവിടെ? ഹേ മരണമേ നിന്റെ വിഷമുള്ള എവിടെ? മരണത്തിന്റെ വിഷമുള്ള പാപം, മരണത്തിന്റെ വിഷമുള്ള പാപം. സഹോദര, നിന്റെ മരണ ദിവസം വേദനാകരമായി തീരാൻ കാരണം പാപത്തിന്റെ മൊന കൊണ്ട് നിന്നെ കുത്തുവാൻ പിശാചിന് അധികാരമുണ്ട്. നിന്റെ ഏറ്റുപറയാത്ത പാപത്തിന്റെ മൊന കൊണ്ട് നീ കുത്തുകൊള്ളുന്നൊരു സമയമുണ്ട്. ഇന്ന് നീ പാപം ചെയ്തിട്ട് മാന്യനായി നടക്കുകയാണ്. ഇന്ന് നീ പാപം ചെയ്തിട്ട് നല്ല ഉത്സാഹത്തോടെ നടക്കുകയാണ്. എന്നാൽ ആ പാപത്തിൻ്റെ മൊന കൊണ്ട് നിന്നെ കുത്തുന്ന സമയമുണ്ട്. പ്രിയപ്പെട്ടവരെ, ആ കുത്തുകൊള്ളുമ്പോഴാണ് മരണം വേദനാകരമായി പോകും. പാപത്തിൻ്റെ മൊന കൊണ്ട് കുത്തുകൊള്ളുന്ന മരണം അത് മാറ്റി കിട്ടുകയാൽ മരണ ദിവസം ഒരു സമാധാനമായിരിക്കും. പിതാക്കന്മാർ പാടി. പ്രിയപ്പെട്ടവരെ, പാപം മരണം നമ്മുടെ ഒപ്പം നടക്കുന്നുണ്ട്. നമ്മുടെ പുസ്തകം അടച്ചിട്ട് നമുക്ക് ധ്യാനിക്കാം. പ്രിയപ്പെട്ടവനെ, നിൻ്റെ ഒപ്പം മരണം നടന്നു വരുന്നുണ്ട്. ആ മരണം നിൻ്റെ നേരെ ഒരു സിംഹമെന്ന പോലെ ചാടി വീഴും. ഒരു സിംഹമെന്ന പോലെ ചാടി വീഴും. അന്ന് നിനക്ക് വേദന വരാതിരിക്കണമെങ്കിൽ, അന്ന് നിനക്ക് നിരാശ വരാതിരിക്കണമെങ്കിൽ, അന്ന് നിൻ്റെ പാപം നീ ഉപേക്ഷിച്ചിരിക്കണം. നിൻ്റെ പാപം നീ ഏറ്റുപറഞ്ഞിരിക്കണം. അല്ലെങ്കിൽ അവൻ പാപത്തിൻ്റെ മൊന കൊണ്ട് നിന്നെ കുത്തും. നീ പാപത്തിൻ്റെ മൊന കൊണ്ട് കുത്തുകൊണ്ട് നീ നിത്യനരകത്തിന് അവകാശിയായി പോകും. പ്രിയപ്പെട്ടവരെ, ഇതൊഴിവാക്കാനുള്ള വഴിയുണ്ട്. നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിക്കും. പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രി എല്ലാം തുറന്നു പറയാൻ ആർക്കെല്ലാം മനസ്സുണ്ട്? എല്ലാം കഴുകൽ കെട്ടാൻ ആർക്കെല്ലാം മനസ്സുണ്ട്? കഴുകൽ പ്രാപിക്കേണ്ട രാത്രിയാണ്. കഴുകലിൻ്റെ രാത്രിയാണ്. പ്രിയപ്പെട്ടവരെ, നിൻ്റെ മരണ ദിവസം നിന്റെ ജനദിവസത്തേക്കാൾ സന്തോഷമുള്ളതാക്കി തരാൻ കഴിവുള്ള കരുത്തനായ ഒരുവനുണ്ട്. നിന്റെ പാപം മാറിയാൽ മതി. നിന്റെ പാപത്തിൻ്റെ മനം കൊണ്ട് കുത്തുകൊള്ളാതിരുന്നാൽ മതി. പാപത്തോട് യാത്ര പറയുക, അശുദ്ധിയോട് യാത്ര പറയുക, മദ്യപാനത്തോട് യാത്ര പറയുക, കുടുംബകലഹത്തോട് യാത്ര പറയുക, പിന്നെ ജീവിതത്തോട് യാത്ര പറയുക, അരുതാത്ത ആസക്തികളോട് യാത്ര പറയുക, എല്ലാം ഏറ്റുപറയുക. പ്രിയപ്പെട്ടവരെ, എല്ലാം തുറന്നു പറയുക. കുഞ്ഞാടിൻ്റെ രക്തത്തിൽ നിങ്ങൾ കഴുക പ്രാപിക്കുക. അറുക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ രക്തം, യേശുവിൻ്റെ രക്തം നിന്റെ മേൽ വരുന്നുണ്ട്, നിന്റെ അരികത്തുകൂടെ വരുന്നുണ്ട്. നിനക്ക് ആ രക്തത്തിലേക്ക് എന്തെങ്കിലും വിട്ടുകൊടുക്കാനുണ്ടോ? നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളുടെ പാപത്തെ നിങ്ങൾ ആ രക്തത്തിലേക്ക് എറിഞ്ഞുകൊള്ളൂ. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ കഴിഞ്ഞകാല പാപങ്ങളെ ആ തിരുരക്തത്തിലേക്ക് നിങ്ങൾ എറിഞ്ഞുകൊള്ളൂ. പ്രിയപ്പെട്ടവരെ, ഏത് പാപവും ആ രക്തത്താൽ മലിനത മാറും. ആ രക്തം നിങ്ങളുടെ പാപങ്ങളെ ക്ഷമിക്കും. ആ രക്തം നിങ്ങളുടെ മാലിന്യം കഴുകും. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ മരണ ദിവസം നിങ്ങളുടെ ജനദിവസത്തേക്കാൾ നിങ്ങൾക്ക് സന്തോഷമുള്ള ദിവസമായി മാറും. ആ ആനന്ദത്തിന്റെ ദിവസത്തിലേക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. പ്രിയപ്പെട്ടവരെ, ഭയപ്പെടണ്ട, ആരും ഭയപ്പെടണ്ട. ഇപ്പോൾ ക്രിസ്തുവേശിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവവേദനയിലെ മരണം നിന്നെ പേടിപ്പിക്കുന്ന വിഷയമല്ല. മരണം ഒരു വേദനാകരമായ വിഷയം തന്നെ. പക്ഷേ നീ ഭയപ്പെടണ്ട. അതിനപ്പുറം ഒരു ജീവിതമുണ്ട്, അതിനപ്പുറം ഒരു യേശുവുണ്ട്, അതിനപ്പുറം ഒരു കഴുകലുണ്ട്, നിനക്കൊരു ജീവിത വിശുദ്ധിയുണ്ട്, നിനക്കൊരു ഭാവിയുണ്ട്. പ്രിയപ്പെട്ടവരെ, ആ നല്ല ഭാവി തരാൻ വേണ്ടിയാണ് യേശു കടന്നു വന്നിരിക്കുന്നത്. എൻ്റെ മരണ ദിവസം സങ്കടമായിരിക്കില്ല, സന്തോഷമുള്ള ദിവസമായിരിക്കും. കാരണം ക്രിസ്തുവിൻ്റെ ഹൃദയത്തിൽ വന്നു. ഞാനെല്ലാം ഏറ്റു പറഞ്ഞു. എനിക്ക് മൂടി വയ്ക്കാനൊന്നുമില്ല. ഞാൻ നിരപ്പ് പ്രാപിച്ചു. എൻ്റെ ഹൃദയം ഇനി കയ്പിനുള്ളതല്ല. എൻ്റെ ഹൃദയത്തിൻ്റെ മാലിന്യം മാറ്റാൻ ഞാൻ തീരുമാനിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമക്കളെ, തീരുമാനമെടുത്തവരാരെല്ലാം ഉണ്ട്. നിങ്ങളുടെ മരണ ദിവസം നിങ്ങളുടെ ജനദിവസത്തേക്കാൾ സന്തോഷമുള്ള ദിവസമാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമുക്കിനിയും ചിന്തിക്കുവാനുണ്ട്. പക്ഷേ ഞാനിവിടെ നിർത്തട്ടെ. പ്രിയപ്പെട്ടവരെ, അത് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? നിങ്ങളുടെ ആഗ്രഹ വിഷയമാണോ? ഉണ്ടെങ്കിൽ കരങ്ങൾ ഉയർത്തി കർത്താവിനോട് പ്രാർത്ഥിക്കാൻ. കർത്താവേ, നിൻ്റെ ചങ്കില ചോര കൊണ്ട്, നിൻ്റെ ചങ്കില ചോര കൊണ്ട് എൻ്റെ മാലിന്യം മാറ്റണമേ, എൻ്റെ കറ മാറ്റണമേ, എൻ്റെ അഹങ്കാരം മാറ്റണമേ, എൻ്റെ തന്നിഷ്ടം മാറ്റണമേ, എൻ്റെ പാപത്തിൽ നിന്നെ വിടുവിക്കണമേ, എൻ്റെ മേൽ വന്നിരിക്കുന്ന ബാധകളെ മാറ്റിത്തരണമേ. ഇപ്പോൾ ക്രിസ്തുവേശിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ഹല്ലേലൂയ. ദൈവവേദനയിലെ നീ ഇന്ന് സമ്പൂർണ്ണമായി വിടുതൽ പ്രാപിക്കുക. യേശുവിൻ നിന്റെ മാലിന്യം കഴുകുകയാണ്, നിന്റെ പാപക്കറ മാഴുകയാണ്. വിശ്വസിക്കുന്നവർക്ക് കരങ്ങളെ ഉയർത്തിയവന് ഹല്ലേലൂയ പറയാ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പാപത്തിന്റെ മന ഒടിഞ്ഞു പോട്ടെ, പാപത്തിന്റെ വിഷമുള്ള മാറിപ്പോട്ടെ. ഈ ജനത്തെ വിടിവിക്കണമേ, ഈ ജനത്തിന്റെ മേൽ ആത്മാവിനെ പകരണമേ. നല്ല ദൈവമേ, സ്നേഹമുള്ള കർത്താവേ, ഈ തന്ന സമയത്തിനായി സ്തോത്രം. കരങ്ങളെ താഴ്ത്തിയിട. ഈ മക്കളോട് കൂടിയിരിക്കണമേ.
വിശ്വാസത്തിൻ്റെ ധൈര്യം കൊടുക്കണമേ. മരണദിവസം ജനദിവസത്തേക്കാൾ നല്ലതെന്ന് പറയുവാൻ ഇനിയുള്ള ജീവിതം അവർക്ക് പ്രാഗൽഭ്യം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തു മൂലം പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കെടുത്തരം തരുമാറാകണമേ.